താലപ്പൊലിയായിട്ട് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്തത് കാരണം അമ്മയാണ് തലേ ദിവസവും അതുപോലെ പിറ്റേ ദിവസവും ഒക്കെ കണ്ണനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. കണ്ണനെ കുറേ നേരം എടുത്ത് നടക്കാമെന്ന് പറയുന്നത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമില്ല. അമ്മ എടുക്കാറുണ്ട്, പക്ഷെ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട് അമ്മ അങ്ങനെ എടുത്തിട്ട്. അപ്പോൾ അത് കാരണം എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ, അവൻ എന്തെങ്കിലും അലമ്പുണ്ടാക്കുമോ എന്നൊക്കെ. പക്ഷെ ആൾ ഡീസൻ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണിയും ജാനിയും അമ്പലത്തിൽ പോയത് തന്നെ എന്തെങ്കിലുമൊക്കെ കളി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി തന്നെയാണ്. അത് പിന്നെ അവരുടെ പ്രായം അങ്ങനെയാണല്ലോ. അപ്പോൾ പോയപ്പോൾ ഉണ്ടായിരുന്ന സർക്കസൊന്നും ഇപ്പം ഇല്ല കേട്ടോ, അടങ്ങി ഒതുങ്ങിയൊക്കെ കിടക്കുന്നുണ്ട് അവൻ. അപ്പം അമ്മയും വല്യമ്മയൊക്കെ കൂടിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വല്യമ്മ രാവിലെ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ വൈകിട്ടായപ്പോൾ വല്യമ്മ പോകാൻ നിൽക്കുക. അപ്പോൾ ശ്രുതി കൊണ്ടുവന്നാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വല്യമ്മ ശ്രുതിയും പോകാൻ നിൽക്കായിരുന്നു. അപ്പോൾ കണ്ണൻ ഇങ്ങോട്ട് റോട്ടിലേക്കാണെങ്കിലും ഈ വഴിയിലേക്കാണെങ്കിലും ഒക്കെ ഇങ്ങനെ വരുമ്പോഴൊക്കെ ആണെങ്കിൽ ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അവർ പോകുന്നത് നോക്കാനായിട്ട് ഞങ്ങളിങ്ങനെ അങ്ങോട്ടേക്ക് പോയതാണ് കേട്ടോ. ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ പണ്ടേ ഉള്ള ശീലങ്ങളാണ് കേട്ടോ. പച്ചൻ പോകുമ്പോഴാണെങ്കിലും എല്ലാവരും ഫ്രണ്ടിൽ വന്ന് നിൽക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് പോവുകയാണെങ്കിൽ ഞങ്ങൾ വഴിയുടെ അവിടെ വരെ കൊണ്ടുവന്നാക്കാനായിട്ടൊക്കെ ഇങ്ങനെ പോവും. അപ്പോൾ അമ്പലത്തിലാണെങ്കിൽ വെടിക്കെട്ട് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലിരുന്നും കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും നല്ല പോലെ കാണാനായിട്ട് പറ്റും. ഇപ്രാവശ്യം ഈ സൈഡിലല്ല, ഓപ്പോസിറ്റ് സൈഡിലാണ്. എന്നിട്ട് പോലും നമുക്ക് വീട്ടിലിരുന്നിട്ട് ഇതുപോലെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അമ്പലപ്പറമ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വെടിക്കെട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും ശ്രുതിയും ഒരുപോലെ ഡ്രസ്സൊക്കെ ഇടാം എന്നൊക്കെയുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് ആ പ്ലാനിങ് ഒക്കെ ആകെ തകിടം മറിഞ്ഞു കേട്ടോ. എന്നാലും അമ്പലത്തിലല്ലേ പോകാൻ പറ്റാത്തതുള്ളൂ, റോഡിലൊക്കെ പോയി നിന്ന് കാഴ്ചകളൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ശ്രുതി വെറുതെ ഒന്ന് റോഡ് വഴിയൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇറങ്ങിയപ്പോൾ കണ്ണൻകുട്ടീനെ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നല്ല രീതിയിൽ തന്നെ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത് കാരണം അങ്ങോട്ട് കടക്കാൻ പറ്റാണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. അപ്പോൾ കണ്ണനാണെങ്കിൽ ഇതൊക്കെ നോക്കി ഭയങ്കര ശരി, പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. പണ്ട് ഒരു പടക്കം പൊട്ടി കഴിഞ്ഞാൽ 10 കരച്ചിലവിടെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അതുപോലെയായിരുന്നു കണ്ണൻ. പക്ഷേ ഇപ്പം അവൻ അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ പടക്കമൊക്കെ പൊട്ടുന്നത്. ആദ്യം മിക്സി ഓണാക്കാനോ അതുപോലെ കുക്കർ അടുപ്പത്ത് വയ്ക്കാനോ ഒക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം അതൊക്കെ കേട്ട് അവൻ ഭയങ്കരമായിട്ട് ഞെട്ടുമായിരുന്നു. പിന്നെ അവൻ്റെ ആ പേടികളൊക്കെ മാറിയിട്ടുള്ളത് ഞങ്ങൾ ആൾ തിരക്കിലേക്കും എല്ലാ ബഹളങ്ങളിലേക്കും എല്ലാം അവനെ കൊണ്ടുപോകും. അവിടെ ഇത്രയും വലിയ ബഹളങ്ങളൊക്കെ കേട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്താണ് കുക്കർ വിസിലടിക്കുന്നത്, മിക്സി ഓണാക്കുമ്പോഴുണ്ടാകുന്ന സൗണ്ടൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് അവൻ്റെ പേടിയൊക്കെ മാറിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു വരവ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് പതിവാണ്. ഞങ്ങൾ ഈ റോഡിൻ്റെ അറ്റത്ത് വന്നിട്ട് നമ്മുടെ വീട്ടിലേക്കുള്ള കോൺക്രീറ്റ് വഴിയുടെ ഓപ്പോസിറ്റുള്ളൊരു കോൺക്രീറ്റ് വഴിയാണ്. ഇതിവിടെ അവസാനിക്കുകയാണ് കേട്ടോ, പാടത്തേക്ക് ഇങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് ആലിൻ്റെ അവിടേക്കുള്ള ആ ഒരു വഴിയും. അപ്പോൾ അവിടെയൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോയിരുന്നു കേട്ടോ.